സാറേ, ഹൃദയം സൂക്ഷിക്കുന്നത് എല്ലാവർക്കും ഒരു വലിയ ടെൻഷനുള്ള കാര്യമാണ്. ഹൃദ്രോഗം വരാതിരിക്കുക, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് ചികിത്സ കൊണ്ട് മാത്രമല്ല, ഒരു ആരോഗ്യമുള്ള ഹൃദയം സൂക്ഷിക്കാൻ ഇന്നത്തെ തലമുറ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് ഒന്ന് വ്യായാമം, രണ്ടാമത്തേത് ഈ പുകവലി, കള്ളുകൂടി, ഈ പൊണ്ണത്തടി, അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ഒരു മിതമായിട്ടുള്ള ജീവിതം, അതാണ് ഹാർട്ടിന് ആവശ്യം. വ്യായാമം വേണം. വെറുതെ കട്ടിൽ കയറി കിടന്നാൽ അത് ഹാർട്ടിന് തകരാറാണ്. അടിസ്ഥാനം നടപ്പാണ്. നടപ്പ്, അല്ലെങ്കിൽ നീന്തുക, സൈക്കിളിൽ പോവുക, അങ്ങനെയുള്ള വ്യായാമം, അതാണ് വളരെ പ്രധാനം. 42 വർഷം പിന്നിടുമ്പോൾ ശ്രീത്ര വലിയ വളർച്ച നേടുന്ന കാലയളവിൽ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് സാറിന് ആലോചിക്കുന്നു? അതിന് ഇങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് ഇതിന് കുറവുണ്ടാക്കേണ്ടത്. സുഖക്കേട് വന്ന പിന്നെ ചികിത്സിക്കണം. സുഖക്കേട് വരാതിരിക്കാനായിട്ടുള്ളത് നമ്മുടെ ജീവിതശൈലിയാണ്, അതാണ് വളരെ പ്രധാനം. പിന്നെ രണ്ടാമത്തേത് ഇങ്ങനെയുള്ള വൈറസ് ഡിസീസസ്, അത് ഇടയ്ക്കിടയ്ക്ക് വൈറൽ ചെറിയ പനികൾ കാണും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ അത് ഇതുപോലെ മഹാമാരികളായിരിക്കും. അതിന് ശരിക്കൊരു തടയാൻ നമുക്കിന്നുമില്ല. ഈ വാക്സിൻ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ എല്ലാം ഡോക്ടർ ഒരു മെഡിക്കൽ റിജീം ആ സമയത്ത് പലപ്പോഴും അവർ പറയുമല്ലോ, മാസ്ക് കെട്ടണം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗവേഷണത്തിൽ നിന്നാണ് ഇത് അറിയുന്നത്. അങ്ങനെ അതാത് സമയത്ത് അറിയിക്കുന്നത് നമ്മൾ അതുപോലെ അനുസരിക്കുക. അപ്പോൾ വലിയ കൂട്ടം കൂടരുതെന്ന് പറഞ്ഞു, അത് ലംഘിച്ച് അവിടെ പോയി കൂട്ടം കൂടി സൂക്കേട് വരുന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ കാണിച്ചു ഈ പാൻഡമിക് സമയത്ത്. അങ്ങനെയുള്ള ഒരു വരാൻ പാടില്ല. അതേ നമുക്ക് പറയാനുള്ളൂ. ഇതിന് കൂടുതൽ നമുക്ക് അറിഞ്ഞിട്ട്. സാർ, ഈ പറഞ്ഞ 3D ഇമേജിംഗ് ടെക്നോളജി അനുസരിച്ചുള്ള ടീച്ചിങ്ങും ശസ്ത്രക്രിയയും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ വളരെ വിപുലമായിട്ടുണ്ടാവണം. അതെ, അമേരിക്ക ഇത്രയും വിപുലമായിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലാണ് ഇത് തുടങ്ങുന്നത്. അവരിപ്പോൾ തന്നെ അനാറ്റമി പഠിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ക്ലാസ് പഴയ പോലെ ഇപ്പോഴും ഞാൻ പഠിച്ച കാലത്തെ പോലെയാണ്. അവിടെ ഇതൊക്കെ മാറിക്കഴിഞ്ഞു. അതുപോലെ ഇവിടെ ആകാൻ വളരെ കാലം പിടിക്കും. നമ്മളതിൻ്റെ തുടക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതാണ് ശ്രീധരയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ഭാവിയുണ്ട്. അതെ, ആശിക്കുന്നു. ശരി.